ചോറുണ്ണാനായിട്ട് അമ്മച്ചി പതുങ്ങി പതുങ്ങായിരുന്നു. സ്ലോ മോഷനിലൊക്കെ അമ്മച്ചി ചോറുണ്ണാൻ. അമ്മച്ചി ചോറ് കഴിക്കും ആവശ്യത്തിനൊക്കെ. ഞങ്ങളെ തമ്മിൽ നല്ല ജോഡിയല്ലേന്ന് പറയാം എല്ലാരും. പിന്നെ അതേതാ ജോഡി നമ്പർ 1 ജോഡിയല്ലേ. ചേട്ടന് തെങ്ങ് പോയില്ല, ചേട്ടൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ചേട്ടൻ ചോറൊക്കെ എടുത്ത് തന്നിട്ട് ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹാപ്പി ഈസ്റ്റർ. ബിന്ദു സ്ട്രീംസിന്റെ എല്ലാ സൗഹൃദങ്ങൾക്കും ഹാപ്പി ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ കപ്പ പുഴുങ്ങിട്ടോ. കപ്പ പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ കള്ളപ്പം ചുടാൻ വേണ്ടിയിട്ട് കുഴച്ച് വെക്കുന്നത്. കാരണം അത് 2-2.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പുളിച്ചു പൊന്തി വരും. കാരണം കള്ളല്ലേ, പിന്നെ തേങ്ങ വെള്ളവും എല്ലാം കൂടെ ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ അതാ ചേട്ടനെ കൊണ്ടാണ് ഇത്തവണ കള്ളപ്പത്തിന് വേണ്ടിയുള്ള റെഡിയാക്കുന്ന അരച്ചു കൊടുത്തു കേട്ടോ. അരച്ചു കൊടുത്ത അരപ്പാണ്. അപ്പോൾ അതേ അരിപ്പൊടി ഞാൻ എടുത്തു തന്നോ. പിന്നെ ബീഫ്, മീൻകറി എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതങ്ങ് പതുക്കെ കുഴയ്ക്കുക. അപ്പം നമ്മൾ അരപ്പ് തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, പഞ്ചസാര, തേങ്ങ വെള്ളത്തിലാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇത്രയത്തിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കട്ട കെട്ടാതെ അങ്ങ് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫൈനായ സോഫ്റ്റായ അരിപ്പൊടി നന്നായിട്ട് പൊടിച്ചെടുത്ത അപ്പത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതിനിപ്പം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അതേപടി തന്നെ അങ്ങോട്ട് എടുക്കാം എന്നങ്ങ് വിചാരിച്ചു. അയ്യോ, അരിപ്പൊടി മേത്തും പറ്റി. ഇടട്ടെ അരിപ്പൊടി. അപ്പം നമുക്ക് കള്ള പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി പോരാത്തതിന് നമുക്ക് വെള്ളം ചേർക്കാം. ബാക്കി തന്നെ ചേച്ചി പറഞ്ഞാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് വയ്ക്കാൻ കൊടുത്താൽ കൂടുതലൊന്നും ഇല്ല ചേട്ടാ, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ ഇട്ട തേങ്ങയ്ക്കും ഉള്ളിക്കും ഉള്ള അരിപ്പൊടി ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് പിന്നെ ചേർത്താൻ പോരെ, കുഴഞ്ഞു കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പൊ വെള്ളം ചേർത്ത് കുഴയ്ക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ടരാം. ഇനി കുഴച്ചേ. ഈ അരി ഇരിക്കണത് വക്കയിലിരിക്കണുണ്ടോ? ഇത് മതി, നെല്ല് മാത്രമൊന്നും വേണ്ട, പുളിച്ചു പൊങ്ങി വരാൻ. ഇത് കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി വിട്ടാൽ മതി. ഒരു തവി എടുത്ത് കട്ട ഉടച്ച് വിടണം ആദ്യം. വെള്ളം വേണം. ഇങ്ങനെ വട്ടത്തി കറക്കിക്ക്. മിക്സി പോലെ വട്ടത്തി കറക്കിക്ക്. കട്ട ഉടഞ്ഞല്ല.
ഇതാ മറ്റേ പാത്രം നമ്മൾ അവിടെ വെച്ചല്ലേ നല്ല കട്ടിയുള്ള പാത്രം. നല്ല കട്ടിയുള്ള പാത്രം 180 രൂപയ്ക്ക് ലാഭമായിപ്പോയി. നല്ല സ്റ്റീലാ. എന്നാടാ കേട്ടില്ലടാ? പരുന്തിൻ്റെ കുഞ്ഞ. നീയൊന്നും പറഞ്ഞ് പറമ്പിലേക്കൊന്നും ഇറങ്ങിയേക്കരുത്. ഒന്ന് ഇങ്ങനെ കാണിച്ചേ. ഒരു ഇച്ചിരോടെ വെള്ളം മതി. ഒഴിച്ചോന്നുണ്ട്. ഇച്ചിരി മതി, ഒത്തിരി വേണ്ട. അത് ധാരാളം മതി. ഇനി വെള്ളം വേണ്ട വരില്ല. അരികിൽ നിന്നൊക്കെ ആയോ നോക്കിയേ. അരികിൽ നിന്നൊക്കെ വടിച്ചെടുത്തോ? ഈ അടിയിൽ ഈ മൂലയൊക്കെ വരില്ലേ, അവിടെയൊക്കെ അരിപ്പൊടി കെട്ടിയിരിക്കണില്ലല്ലോ. കണ്ട, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കട്ടകൾ ഉടച്ചു കൊടുക്കണം. അങ്ങനെ കട്ട വരാതിരിക്കാനാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. പണ്ടുള്ളവരൊക്കെ കൈ കൊണ്ടൊന്നും മിക്സിയൊന്നും ഇല്ലല്ലോ. അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആട്ടുകല്ലിലിട്ട് അരച്ചെടുക്കും. വീട്ടിൽ അരിപ്പൊടിയായിരുന്നു കള്ളപ്പം ചുടാൻ. ആട്ടുകല്ലിൽ അരയ്ക്കുമല്ലോ. ഇടിച്ചെടുത്ത് തെള്ളി ഒരലിട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഉരലില്ലായിരുന്നു. അപ്പം അടുത്ത വീട്ടിൽ പോയി ഇടിച്ചോണ്ടിരുന്ന്. അത് കഴിഞ്ഞ് ഈ ഉരൽ വാങ്ങി. പഴയ വീട്ടിൽ നിലത്തിരിക്കണ ഉരലായിരുന്നു. ആ ഒരു കനാലെടുത്ത് പോയി. ആക്കിക്ക് എങ്ങനെ ലൂസല്ലേന്ന്. ധാരാളം. കഴിഞ്ഞാണ് നമ്മൾ ഈസ്റ്ററിന്, കഴിഞ്ഞ വർഷമില്ലേ, നമ്മൾ ഈസ്റ്ററിന് അപ്പം വെച്ചിട്ട് അപ്പം വൈകുന്നേരം ആയപ്പോൾ പൊളിച്ച് പൊന്തി. രാത്രിയായപ്പം. എന്നിട്ട് രാത്രി അതങ്ങ് ചുട്ടു. 10, 11 മണി, 11:30, 12 മണിക്ക് ഇരുന്ന് അപ്പം ചുട്ട. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ മലയാറ്റൂർ പോയി. കഴിഞ്ഞാണ് ഇതുപോലെ വട്ടയപ്പത്തിന് കുഴച്ച്. ഇതപ്പോൾ വട്ടയപ്പത്തിന് വെച്ച ആ ഒരു പരുവല്ലേ, ആ പരുവ കള്ളപ്പത്തിന്. കള്ളും തേങ്ങാപ്പാലും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല രസമായിരിക്കും. നല്ല സ്മെല്ലുണ്ട് കള്ളിൻ്റെ അല്ലേ? 1 ലിറ്റർ കള്ള് വേണം. മോനെ ഞാൻ അന്ന് കൊണ്ടുവന്ന് വെച്ച് മറന്നുപോയി. ഇല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ഒരു ഗ്ലാസ് മറന്നുപോയി. ഞാൻ പിന്നെ രാത്രി നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് തണക്കാന്ന് പറഞ്ഞിട്ട് ഓർക്കണ്ട. ഇന്നലെ തങ്ങച്ചൊന്ന് എന്നാൽ 1 ലിറ്റർ കള്ള് എടുത്തു വെക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെ തിരക്കായിരിക്കും. ശരി, ഓക്കെ, സെറ്റ്. പിന്നെ ഇപ്പം ഇതങ്ങ് മൂടി വെക്കണം. അപ്പം നമ്മുടെ കള്ളപ്പമൊക്കെ പൊളിച്ച് പൊന്തിയൊക്കെ വരട്ടെ. മൂടി വെക്കാൻ ഈ പാത്രം കഴുകിയെടുക്കണം. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ കപ്പയും ബീഫ് കറിയും. ഞാൻസിൻ്റെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. ചേട്ടൻ്റെ പോർക്ക് കറി ഉണ്ടാക്കാനുണ്ട്. ചേട്ടൻ അതിന്ന് ഉണ്ടാക്കണ്ടോ? ചിക്കൻ ഫ്രൈ. ഇവിടെ ബൂസ്റ്റ് ഇട്ട് പാൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ പാലായിട്ട് കുടിക്കുന്നു. ഞാൻ എന്ത് കുടിക്കണമെന്ന് ആലോചിച്ച് നടക്കുന്നു. സെവണപ്പുണ്ടോ? സെവണപ്പ് എങ്കിൽ ഞാൻ സെവണപ്പ് കുടിച്ചോളാം. വാവ്. അമ്മച്ചീനെ കപ്പ തിന്നാൻ വിളിച്ചിട്ട് അമ്മച്ചി ഇതാ തേരാപാര ഓടി നടക്കുന്നു. ഹാപ്പി ഈസ്റ്റർ എല്ലാം പറയണ്ടോ? ഈസ്റ്ററായിട്ട് ഒന്നും പറയാനില്ലേ? അതിനാ അമ്മച്ചിയുടെ എല്ലാ ഈസ്റ്ററിനും കൊണ്ടൊരു പിടിയും ബിപ്പോത്ത് കറി. ഇതിനകത്ത് സെവണപ്പ് കുടിച്ചാലോ? ഏതായാലും സീമാസുകാരൊരു കപ്പൊക്കെ തന്നല്ലേ. സീമാസ് വെഡിങ് കളക്ഷൻസ്.
കപ്പയും ബീഫും. ആ എടാ നീ എവിടെയാ? അവൻ ടോയ്ലറ്റിൽ പോയ കപ്പ എടുത്ത് വെച്ചിട്ട്. ഇതൊന്ന് തുറന്നരാ ചേട്ടാ. നീ അവിടെ പോയതാടാ? എനിക്ക് സെവണപ്പ് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. എടാ ഇതെന്തുവാടാ അവനെ പോക്ക്? ആ എനിക്കൊരു കപ്പയേ ഉള്ളു, ഇനി ആരും ചോദിച്ചോണ്ട് വരണ്ട. ഞങ്ങളൊക്കെ പാല് കുടിച്ച് പ്രോട്ടീൻ ആവാ. എടാ 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 ഇതെല്ലാം കൂതാവൂല, അവിടെ മറിഞ്ഞാടും. അവൻ അങ്ങനെ ഒരു വെച്ചുകെട്ടുള്ളതാ എപ്പോഴും. അവിടെ പോണെല്ലാം കൂടെ അതവിടെ കിടക്കട്ടെ. എടാ ഇത് എന്തുവാന്നേ? എടാ മാറുന്നേ. എടാ എനിക്ക് എന്നെ ഇത് താന്നേ. പിന്നെ എൻ്റെ കസേര അത്. ദാറ്റ് ഈസ് മൈ കസേരാസ്. കപ്പയൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ്. ഈസ്റ്ററിൻ്റെ കപ്പപ്പുഴുക്ക്. ഇച്ചിരി കഴിയുമ്പോൾ കള്ളപ്പം തിന്നാം. എന്തൊരു ആയി വല്ല നമ്മളെ വന്നോടാ കള്ളപ്പം. അത് അങ്ങോട്ട് വെക്കട്ടെ, ആകുമ്പോൾ കാറ്റ് വലിയ കാര്യമായിട്ട് കിട്ടൂല. ഇതുണ്ടോ മാറിക്കേടാ. തണുപ്പല്ല ചൂടാ വേണ്ടേ ഇതൊക്കെ പൊളിക്കാൻ. അതാ ചേട്ടൻ ചോറൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ആൻസിന് ഇവിടെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. മൊത്തം പൊരിച്ച ചേട്ടാ? ഇതാണ് മൊത്തം, വേറെ ഇല്ലല്ലോ. ഓ ചിക്കൻ ലെഗ് പീസ്. ചേട്ടൻ ചിക്കൻ ആൻസിന് വേണ്ടി ചിക്കൻ വാങ്ങിയതാണ്. പിന്നെ ബീഫ്, മീൻ, പോർക്ക് കറി വെച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ കള്ളപ്പം ചുട്ടിട്ടില്ല, നമുക്ക് ഈവനിങ്ങിലേക്ക് ചുടാം പൊളിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആൻസ് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളം എനിക്ക് വിളമ്പി തന്നത് ചേട്ടനാണ്. മീൻകറി ഉണ്ടോ ചേട്ടാ? ചിക്കൻ ഉണ്ടല്ലേ? ഓ പതുക്കെ അതെടാ അതെടുത്ത് താഴേക്ക് വെക്കടാ. ഇപ്പം ഗ്ലാസ് മൊത്തം പൊട്ടിച്ചേനെ. അതാ നിലത്തേക്ക് എടുത്ത് വെക്കടാ, താഴേക്ക്. ഞാൻ താഴെ ഒതുക്കി ഇതിൻ്റെ താഴേക്ക് വെക്കേ. ബീഫ് എടുക്കണ്ടായിരുന്നു, മടുപ്പായി. ചിക്കൻ എടുത്താൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ല, ചേട്ടൻ പറഞ്ഞതാണ്. ബീഫ് ഫ്ലവർ എന്നെ പോലെ ബീഫ് ഫ്ലവേഴ്സ് ഉണ്ടായി. കപ്പയും മീനും ബെസ്റ്റ് കോമ്പിനേഷൻ. ആ കപ്പ ഒഴുങ്ങിയപ്പോൾ ഇച്ചിരി മീൻ എടുക്കാൻ മറന്നു പോയിന്നേ. സത്യം പറഞ്ഞാൽ അതേ മുമ്പിൽ ഇരിക്കണം. നേരെ മുമ്പിൽ ഇരുന്നിട്ട് ആരോടെ വെക്കടാ എൻ്റെ മൊബൈൽ എത്തിടാ. എടാ എടാ എന്തിടാ നീ എന്നാ അപ്പമാണോ തിന്നണേ? ഞാൻ ഇച്ചിരി ചുട്ട് നോക്കിയത്. ഇച്ചിരിയോടെ ഒന്ന് പൊളിക്കാനുണ്ട്. ചോറുണ്ണാനായിട്ട് അമ്മച്ചി പതുങ്ങി പതുങ്ങായിരുന്നു. സ്ലോ മോഷനിലൊക്കെ അമ്മച്ചി ചോറുണ്ണാൻ. അമ്മച്ചി ചോറ് കഴിക്കുന്നു. അപ്പൊ അങ്ങനെ ഈസ്റ്റർ രാത്രിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. നമ്മൾ തറവാട്ടിലൊക്കെ പോയി കുറച്ചു നേരം അവിടെ പോയി ഒക്കെ ഇരുന്ന് വന്നു. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ പൈനാപ്പിളും കൊണ്ടാണ് വന്നത്. അപ്പം അതാ പൈനാപ്പിൾ ഉണ്ട്, നമ്മുടെ പറമ്പിൽ പൈനാപ്പിൾ നട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നു. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഇതാ കള്ളപ്പം ചുടുവാണ് കേട്ടോ. കള്ളപ്പം ചുട്ട് നമ്മൾ അത്താഴം കള്ളപ്പം. കള്ളപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്പവും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും. പെസഹ അടിപൊളിയായിരുന്നെങ്കിലും ഈസ്റ്റർ അത്ര അടിപൊളിയൊന്നുമില്ലായിരുന്നു. വലിയ രസമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ദാ നമ്മൾ
ഞാൻ പറഞ്ഞു ഈസ്റ്റർ വലിയ അടിപൊളിയൊന്നുമില്ലായിരുന്നു, കാരണം എനിക്ക് വലിയ സുഖമൊന്നുമില്ലായിരുന്നു. മൊത്തത്തിൽ ബായിലാണെങ്കിൽ ഇതിനകത്തെല്ലാം ബി കോംപ്ലക്സ് വന്ന് പൊട്ടിപ്പഴുത്തിരിക്കുക, ചെറിയ പരുക്കൾ പോലെ വന്നിട്ട് ബി കോംപ്ലക്സിൻ്റെ കുറവ് വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ തൈരൊക്കെ കൂട്ടണം, സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അല്ലാത്ത അസ്കിതകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ അങ്ങ് വലിയ രസമൊന്നും ആയില്ല. എന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതിലും നല്ലായിരുന്നു ദുഃഖ ശനിയാഴ്ച. ഇന്നലെ പിന്നെ നമുക്കിവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, പെങ്ങളുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. അപ്പം എന്താണെങ്കിലും നമുക്ക് ദോശയൊക്കെ ചുട്ട് കഴിച്ചിട്ട് ഇന്നങ്ങ് കിടക്കാം. പിന്നെ ഒരു ഈസ്റ്റർ ഉയർപ്പ് ഇനി അങ്ങോട്ട് മൊത്തമുള്ള ആഘോഷമാണല്ലോ. അടുത്ത ദുഃഖവെള്ളി വരുന്നിടം വരെയുള്ള സന്തോഷങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ട് മൊത്തം സന്തോഷമാണ്. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച വരുന്നുണ്ട് നമ്മൾ മലയാറ്റൂർ വരാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ വന്ന് മല കയറാമെന്നാണ് വിചാരിക്കുന്നത്. വെളുപ്പിനെ തന്നെ ഇവിടെ നിന്ന് പോന്നിട്ട് മല കയറാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം എപ്പോഴാണ് നമ്മൾ വരുന്നതെന്നൊക്കെ പറയാം. ആരെങ്കിലുമൊക്കെ അവിടെ വെച്ച് കാണുവാണെങ്കിൽ നമുക്ക് സന്തോഷം. നമ്മളെല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ നമ്മളാരെയും കാണുന്നില്ല എന്ന് പറയും പോലെയാണ് ഞങ്ങളുടെ കാര്യം. എല്ലാവരും പേര് കൊണ്ടൊക്കെ അറിയാവുന്നേ ഉള്ളൂ, അല്ലാതെ ആരെയും നേരിട്ടൊന്നും കണ്ടു പരിചയമില്ല. പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ വന്ന് ഓടി വന്ന് മിണ്ടുമ്പോൾ മാത്രം അവരെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള യാത്രകളിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. എല്ലാമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയൂ. അടിപൊളി ഈസ്റ്റർ ആയിരുന്നു. എനിക്ക് ഈസ്റ്റർ വലിയ ബെറ്റർ ഒന്നും അല്ല. കാരണം തവണ ഇത് പെസകായ ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ വലിയ ബെറ്റർ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. ഞാൻ 100% ബി കോംപ്ലക്സ് വന്നിട്ട് മിണ്ടാനും പാടില്ല. ചേട്ടൻ അടിപൊളിയായിരുന്നു, എനിക്ക് വലിയ പൊളിയല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാനാന്ന് പറ. വീട്ടിൽ നിന്ന് എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. അത് ശരിയാട്ടെ, എങ്ങും പോയില്ല. രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വീട്ടിൽ ഒരേ കാര്യങ്ങൾ ചെയ്തു, വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ 6 മണിയായപ്പോൾ എല്ലാവരും കൂടെ ചേട്ടൻ്റെ അടുത്ത് പോയി, തറവാട്ടിൽ പോയി, ചേട്ടൻ്റെ അടുത്ത് പോയി. അങ്ങനെ തിരിച്ച് ഇവിടെ വന്ന് തൊട്ടയിലൊക്കെ വീട്ടിൽ പോയി. അവിടെ പോയി 2 പൈനാപ്പിളൊക്കെ കൊച്ചിന് കൊടുത്തു. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ചാപ്പാടിച്ച് കഴിക്കുക. ചാപ്പാടാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൂട് കള്ളപ്പവും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും മീൻ പൊരിച്ചതും മീൻ കറി. ഞാൻ കാണാതെ എങ്ങനെ മീൻ പൊരിച്ചോ. പിന്നെ പറയൂ, തോളെ കൈയിടാൻ പറ്റൂല, ഇങ്ങനെ പിടിക്കാം. എന്നാലും എനിക്ക് ആവശ്യത്തിന് നോക്കിയില്ല. ഞങ്ങളെ തമ്മിൽ നല്ല ജോഡിയല്ലേ എന്ന് പറയാൻ. പിന്നെ അതേതാ ജോഡി നമ്പർ 1 ജോഡിയല്ലേ. ചേട്ടനോട് തെങ്ങും പോയില്ല, ചേട്ടൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ പോലും പോയില്ല. ഒരു ഗ്ലാസ് കള്ളു കുടിക്കാൻ പോലും. അല്ല അങ്ങനെയല്ല, അവന് ഇവിടെ ഇല്ലാന്ന്, സെക്രട്ടറി ഇവിടെ ഇല്ലാന്ന്. നമ്മുടെ പിന്നെ വിൽസൺ ഇല്ലല്ലോ, ഹാളം മരിച്ചൊന്നും ഇല്ലല്ലോ. അല്ല എങ്ങും പോയില്ല. പള്ളി പോയിട്ട് നേരെ പോകുന്നു. പിന്നെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയാത്തോണ്ട് ഞാൻ കട്ടിലേക്ക് കയറി കിടക്കുമായിരുന്നു. പ്രകമ്പന സിനിമയും കണ്ട ഒറ്റയ്ക്ക് കിടന്ന്. ഹാൻസ് എന്റെ കൂടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ആടുണ്ട്, കോഴിയുണ്ട്, എല്ലാത്തിനും തീറ്റ കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് തീറ്റ കൊടുക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ തുണി അലക്കിയിട്ടു. പിന്നെ ഇത് അപ്പം മുറിച്ച് വെയിലത്ത് വെച്ചായിരുന്നു, ഉഴുന്നപ്പം. മഴ പെയ്യോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല, പെസഹാപ്പം. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ പോകാൻ സമയം കിട്ടില്ല. പിന്നെ വൈകുന്നേരം ഇതായി. അങ്ങനെ നോക്കിയാ അതിലൊന്നായിരുന്നു നോക്ക. എല്ലാരും മുഖമൊക്കെ കാണട്ടെ ചേട്ടനെ. കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ എന്നെ കാണാതെ ആരാ ഉള്ളത്? എല്ലാരും കണ്ടിട്ടുണ്ട്.
എന്നെക്കാളും ചേട്ടനെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അതിനെ പോലും അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ചേട്ടനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്തോ ചേട്ടനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്തൊരു ആഭാസം ചേട്ടനില്ലാതല്ലേ. എന്തോ ആലോചിച്ചോണ്ട് നിക്കുക ചേട്ടനും ചാച്ചനും. അത് ഈ ആലോചനയാണ്, ആലോചന മുഖ്യം വെക്കില്ലേ. ചേട്ടൻ ഇങ്ങനെ തറവാട്ടിൽ പോയിരിക്കുമ്പോ ചാച്ചന്റെ നോക്കി ഇവരെന്നെ ഈ ആലോചിക്കണേന്ന്. അത് ഇപ്പൊ ചാച്ചൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ചാച്ചനെ എനിക്കൊന്നും പറയാനില്ല.